നമുക്കെല്ലാം പൊതുവായുള്ളൊരു പ്രശ്നം ആദിയാണ്. അത് പൈസ കൊടുക്കാതെ കിട്ടുന്ന ടെൻഷൻ ഫ്രീ ആയിട്ട് കിട്ടുകയല്ലേ. അപ്പോൾ ഇഷ്ടം പോലെ മേടിച്ച് കഴിക്കുക. ഇപ്പം നമ്മൾ എന്നിട്ട് ഇല്ലാത്ത രോഗങ്ങളെല്ലാം വരുത്തുക. നമ്മളെ കൊണ്ട് ഗുണമുണ്ടോ? പൈസ കൊടുക്കാതെ ഫ്രീ കിട്ടുന്നത് കൊണ്ട് എത്ര പണമാണ് നമുക്ക് നഷ്ടപ്പെടുന്നതെന്ന് അറിയുന്നില്ല. സമ്പത്തായ എത്രയോ രത്നങ്ങളാണ് ഈ കൽക്കരിക്ക് വേണ്ടി ഈ വൈരക്കല്ല് കൊണ്ട് കളയുന്നത്. കൽക്കരി മേടിക്കാൻ വൈരം വെക്കുക, അല്ലെ ചാരത്തെ മേടിക്കാൻ കൈരം കൊണ്ട് കൊടുക്കുന്ന പോലെ. അങ്ങനെയാണ് നമ്മുടെ ജന്മം നശിപ്പിക്കുന്നത്. മനുഷ്യവൻ്റെ ഭാവനാശക്തിയെ തെറ്റായിട്ട് ഉപയോഗിക്കുമ്പോഴാണ് ആദ്യം ഉണ്ടാകുന്നത്. ഇപ്പം നമ്മൾ കഥ തുറക്കാൻ താക്കോലിടുക. താക്കോൽ ഇങ്ങനെ തുറക്കണ്ടെങ്കിൽ തിരിച്ചിട്ടാൽ തുറക്കത്തില്ലല്ലോ. അയ്യോ തുറക്കാൻ പറ്റുന്നില്ലേ, തുറക്കാൻ പറ്റുന്നില്ലേ, തുറക്കാൻ പറ്റുന്നില്ലേ നമ്മൾ വിഷമിക്കുക. നമ്മുടെ ആത്മബലവും വിലപ്പെട്ട സമയം അപഹരിക്കുന്ന ഒരു കളനെ പോലെയാണ് ആദ്യം. കാരണമൊന്നും ഇല്ലെങ്കിലും ചീത്ത മാത്രമേ സംഭവിക്കൂ എന്ന് വിചാരിച്ച് ആദ്യ കയറുന്ന കാര്യത്തിൽ നമ്മൾ വിദഗ്ധരാണ്. ഒരാൾ കയ്യിലൊരു പെട്ടിയും പിടിച്ചുകൊണ്ട് യാത്ര ചെയ്യായിരുന്നു. സുഹൃത്ത് ചോദിച്ചു, എന്താ ഈ പെട്ടിയിൽ എന്ന് ഈ പെട്ടിയും പിടിച്ച് യാത്ര ചെയ്യുന്ന ആളോട് ചോദിച്ചു. പെട്ടി പിടിച്ചുകൊണ്ട് നടന്നു പോകുന്ന ആൾ പറയുകയാണ്, അല്പം മദ്യം ഉള്ളിൽ ചെന്നാൽ പിന്നെ ഞാൻ വഴിയിലെല്ലാം സിംഹങ്ങളെ കാണാനുണ്ടാവും. അതിനെ നേരിടാനുള്ള തോക്കാണ് ഈ പെട്ടിക്കകത്തുള്ളത് എന്ന് പറയാണ്. അപ്പോൾ സുഹൃത്ത് ചോദിച്ച്, ആ സിംഹങ്ങൾ കേവലം തോന്നലുകൾ മാത്രമാണെന്ന് നിങ്ങൾക്ക് അറിയാമല്ലോ, പിന്നെ എന്തിനാണ് അങ്ങക്ക് ഈ തോക്കിൻ്റെ ആവശ്യം എന്ന് ചോദിക്കുക. അപ്പോൾ അയാൾ പറഞ്ഞു, പെട്ടിയിലുള്ള തോക്കും സാങ്കല്പ്യം മാത്രമാണ്. ഈ കഥയിലേതുപോലെ നമ്മളില്ലാത്ത പലരെയും ചുമന്നുകൊണ്ട് നടക്കുകയാണ്. ഭാവി സംഭവിക്കുമെന്ന് ചിന്തിച്ച് വിഷമിച്ച പല കാര്യങ്ങളും ഒരിക്കലും യാഥാർത്ഥ്യമായി തീർന്നിട്ടില്ലെന്നും ഒന്ന് ആലോചിച്ച് നമുക്ക് മനസ്സിലാകും. നമ്മൾ വിഷമിച്ച കാര്യങ്ങൾ അത് വിഷമിക്കേണ്ട അല്ലായിരുന്നു പിന്നെ മനസ്സിലാച്ചു. അത് വിഷമിച്ചല്ലോ, പിന്നെ എന്തുമാത്രം ആധികാരി ഇപ്പോഴല്ലേ മനസ്സിലായത് ഇതാണത്. പിന്നെ അഥവാ എന്തെങ്കിലും സംഭവിച്ചിട്ടുണ്ടെങ്കിൽ അതിനൊരു പരിഹാരം നേടാൻ കഴിഞ്ഞിട്ടില്ല. മുത്തച്ഛന്മാർ പണ്ട് ആട്ടക്കസയിൽ നിന്ന് ആടുമല്ലോ, എപ്പോഴിങ്ങനെ ആടിക്കൊണ്ടേയിരിക്കും. ആ അപ്പനെ പോലെ അത് നമ്മളെ കൊണ്ട് പണിയെടുപ്പിക്കുകയല്ലാതെ എവിടെയും നമ്മളെ കൊണ്ട് എത്തിക്കുകയില്ല. കാരണം ആടിക്കൊണ്ടേയിരിക്കും, മുന്നോട്ട് കൊണ്ടുപോയില്ല. അപ്പോൾ നമ്മൾ പണിയുന്നതല്ല എന്നും കൊണ്ട് എത്തിക്കുകയില്ല. ആദ്യം നമ്മുടെ മനസ്സിനെ അകറ്റുമ്പോൾ അതിന് രക്ഷപ്പെടാൻ പലപ്പോഴും നമ്മൾ ആത്മാർത്ഥമായി ശ്രമിക്കാറില്ല. ആദ്യം എന്ന് പറയുന്നത് സ്വന്തം ശരീരത്തെ കാർന്നുന്ന വൈറസ് പോലാണ് എന്ന് തന്നെയല്ല, കണ്ടുമുട്ടുന്നവർക്കല്ലാതെ നമ്മൾ പകർന്നു കൊടുക്കുകയും ചെയ്യും. ഇപ്പം ജലദോഷം പോലെ, ജലദോഷം വന്നാൽ മറ്റുള്ളവർ പകർന്നു കൊടുക്കുമല്ലോ. തലവേദന വന്നാൽ തലവേദന 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 എന്ന് പറഞ്ഞ് ചുമ്മാതെ മറ്റടുത്ത് പറഞ്ഞുകൊണ്ടേയിരിക്കും തലവേദനയെ തലവേദനയെ. ഇവിടെ തലവേദന തീരുന്ന അടുത്തൊക്കെ തലവേദന കൊണ്ട് തയ്ക്ക് വയ്യാതെ കേട്ട് 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 ഭ്രാന്ത്. ഇതിൻ്റെ മൂലകാരണം കണ്ടെത്തി മാറ്റാനാണ് നമ്മൾ ശ്രമിക്കേണ്ടത്. പറയുമല്ലോ, ഉദാഹരണം, ചോറ് തിളയ്ക്കുമ്പോൾ തിളച്ച് പുറത്തോട്ട് പോവുകയാണ്, പാൽ തിളച്ച് പുറത്തോട്ട് പോവുകയാണ്. അപ്പോൾ നമ്മൾ എന്താ ചെയ്യേണ്ടത്? വെള്ളം ഒഴിച്ച് കുറച്ച് വീണ്ടും തിളച്ച് പുറത്തോട്ട് പോകും. അപ്പോൾ എപ്പോഴും വെള്ളം ഒഴിച്ചുകൊണ്ടിരിക്കാൻ പറ്റത്തില്ല. അപ്പോൾ അടിയിലുള്ള തീ കുറച്ച് മാറ്റുക. അടിസ്ഥാനം മനസ്സിലാക്കുമ്പോൾ ആ തീ കുറച്ച് മാറ്റുമ്പോൾ തിളച്ച് തൂന്ന് കുറയും. ഇപ്പോൾ ഉദാഹരണം പറയുമ്പോൾ ഒരു കൊച്ചുകുട്ടി കരയാണ്. അമ്മ കൊണ്ടിന്ന് ഒരു കളിപ്പാട്ടം എടുത്ത് കൊടുത്തു, കിട്ടി വെച്ചിരിച്ച് പിന്നെയും അത് വലിച്ച് കരയാൻ തുടങ്ങി. അങ്ങനെ വേറൊരു കളിപ്പാട്ടം അടിച്ചിരിച്ച് പിന്നെയും കരയാൻ തുടങ്ങി. പിന്നെയും വേറൊരു കളിപ്പാട്ടം അടിച്ചു, വേറെ ഓരോന്ന് പറഞ്ഞു പിന്നെയും വലിച്ചിട്ട് കരയാൻ തുടങ്ങി. പിന്നെ പിന്നെ നിർത്താണ്ട് കരച്ചിലായി, നിർത്തുന്നേയില്ല. അപ്പം സത്യത്തിൽ കുട്ടി വിശന്നിട്ട് കരയാൻ. ആ വിശന്ന പാലാണ് കൊച്ചിന് ആവശ്യം. ഈ അമ്മ കളിപ്പാട്ടം കൊടുത്തുകൊണ്ടിരിക്കുകയാണ്. തൽക്കാല സന്തോഷം കിട്ടും, പിന്നെ ഇരട്ടി വിശപ്പ്, അത്രയും സമയം വിശപ്പ് കൂടും. വിളി ഒച്ചയായി അച്ഛനെ നിർത്തിയില്ല. പിന്നെ പാലെടുത്ത് കൊടുത്തപ്പോൾ കൊച്ചിന് അരച്ചു നടന്നത്. പാലാണ് ആവശ്യം. അതിന് പാൽ കൊടുക്കുന്ന കളിപ്പാട്ടം കൊടുത്താലോ. അപ്പോൾ ഇതുപോലെയാണ് നമ്മൾ ചിന്തയെ അഗ്നിയോട് ഉപയോഗിക്കാറുണ്ട്. ചിതയിലെ അഗ്നി ശവശരീരത്തെ മാത്രമേ ദഹിപ്പിക്കാറുള്ളൂ. അല്പസമയം കൊണ്ട് അത് കഴിയും. ജഡ വരിഞ്ഞ് കഴിയുമ്പോൾ അഗ്നിയും കിടക്കും. എന്താ ചിന്താഗ്നി മരണം വരെ നമ്മളെ എരിച്ചുകൊണ്ടേയിരിക്കും. ചൂടില്ലാതെ വെട്ടിത്തിളയ്ക്കുന്ന ഒരേ ഒരു വസ്തു നമ്മുടെ മനസ്സാണ്. ടെൻഷൻ കാരണം ഇല്ലാത്ത അസുഖം ഉണ്ടാകുന്നു, ഉള്ള അസുഖങ്ങൾ കൂടുകയും ചെയ്യുന്നു. അപ്പോൾ ടെൻഷൻ കഴിയുമ്പോൾ പ്രശ്നം ഉണ്ടാകും.
പിന്നെയും ടെൻഷൻ ഉണ്ടെങ്കിൽ ആ പ്രഷർ ഹൈ പ്രഷറാകും, പിന്നെ ഷുഗർ ഹൈ ഷുഗറാകും. പിന്നെ അൾസറുള്ളവർക്ക്, ആസിഡിറ്റി ഉള്ളവർക്ക് അതിന് തലവേദനയാകും, വയറ്റുവേദന കൂടും, ടെൻഷൻ കൂടുമ്പോൾ. അപ്പോൾ പ്രഷർ ഹൈ ആകുമ്പോൾ തലയിൽ ഞെമ്പ് പൊട്ടി ഒരു വശം തളർന്ന് സ്ട്രോക്ക് ഉണ്ടാകും. ചിലർക്ക് ഹാർട്ട് അറ്റാക്ക് ഉണ്ടാകും. ടെൻഷൻ നമ്മുടെ ശരീരത്തിനെയും മനസ്സിനെയും ഒരേപോലെ നടത്തുക. ചിലർക്ക് ഈ ദുഃഖം കാരണം മറ്റു വസ്തുക്കളുടെ പുറകെ ഓടുകയാണ്. അങ്ങനെ ടെൻഷൻ കുറയ്ക്കാൻ മദ്യത്തിന്, ലഹരിക്കൊക്കെ അടിമയാകും. നമ്മൾ ചൂണ്ട വെള്ളത്തിടുമ്പോൾ മീൻ വന്ന് തന്നെ പിടിക്കും. അപ്പം മീൻ വിചാരിക്കുകയാണ് എനിക്ക് ജീവിക്കാനുള്ള ആഹാരം കിട്ടി, കോളടിച്ചല്ലോ എന്നാണ് പാവം മീൻ ചിന്തിക്കുന്നത്. എനിക്ക് ജീവിക്കാനുള്ള ആഹാരം കിട്ടി, പക്ഷേ ജീവിതമല്ല മരണമാണെന്ന് അതറിയുന്നില്ല. ഇതുപോലെ തൽക്കാല ആശ്വാസം നേടി നൈമിഷ്യമായ സുഖങ്ങൾ പിന്നാലെ നമ്മൾ പോകുമ്പോൾ അത് നമ്മുടെ ആയുസ്സും ആരോഗ്യവും ഒന്നുകൂടി നശിപ്പിക്കും.